നമ്മളിന്നൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുകയാണ്. ആ പ്രോഡക്റ്റാണ് ഇത് ഇതിനകത്തുള്ളത്. എന്താണെന്ന് പറയാം. അതായത് നമ്മുടെ ഷോമിയുടെ റെഡ്മി ബ്രാൻഡിൽ ഇറക്കിയ സ്മാർട്ട് വാച്ച്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ പരിശോധിക്കുന്നത്. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഇത്രയും വലിയൊരു ബോക്സിനകത്ത് ഇതിനകത്ത് വേറെ ഐറ്റം കൂടെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വലിയ ബോക്സിനകത്ത് ഇവിടെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിനകത്താണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. റെഡ്മിയുടെ പുതിയ സ്മാർട്ട് വാച്ച്. അതിലേക്ക് വരാം. അത് കൂടാതെ ഉള്ളതെന്ന് പറയുന്നത്, ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്മാർട്ട് വാച്ചിനെ നമുക്ക് സ്മാർട്ട് വാച്ച് എന്നല്ല ആക്ച്വലി വിളിക്കുന്നത്. റെഡ്മി വിളിക്കുന്നത് സ്പോർട്ട് വാച്ച് എന്നാണ്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്, അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു സ്പോർട്ട് ട്രാക്കിംഗ് വാച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാകണം നമുക്ക് ഈ ഒരു വാച്ച് തന്നപ്പോൾ അവർ ഒരു മീഡിയ കിറ്റ് എന്ന നിലയിൽ ഇതിനകത്ത് ഇതേ ഒരു യോഗ മാറ്റ് കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിച്ച് യോഗ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു വാച്ച് കൂടി കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ ഫിറ്റ്നസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം. എനിവേ, അപ്പോൾ നമുക്ക് ഈ വാച്ചിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് റെഡ്മിയുടെ സ്മാർട്ട് ബാൻഡ് പ്രോ വരുന്നത്. അത് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിവേ, നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ ബാൻഡ്. അതിലേക്ക് വരാം. അത് കൂടാതെ ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ചാർജിങ് കേബിളാണ് ഇതിനോടൊപ്പം വരുന്നത്. കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവൽ വാറൻറ്റി കാർഡ് ഇൻഫർമേഷൻ പേപ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോ. സാധാരണ ഷവമിയുടെ മീ ബാൻഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഡിസ്പ്ലേ ഏരിയയ്ക്ക് ഈ ഒരു തിക്നെസ് കൂടുതലാണ്. കുറച്ചുകൂടി ഡിസ്പ്ലേ ഏരിയ ഉണ്ട്. എന്ത് തന്നെയായാലും കാണാൻ എനിക്ക് മീ ബാൻഡിനേക്കാൾ കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റെഡ്മിയുടെ ഈ ഒരു സ്മാർട്ട് ബാൻഡ് പ്രോ ആണ്. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്ട് വാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസിങ് AMOLED ഡിസ്പ്ലേ വരുന്നു. മാത്രമല്ല ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. അതായത് ഒരു പ്രീമിയം സ്മാർട്ട് വാച്ചിലൊക്കെ വരുന്ന ഫീച്ചറുകളാണ് ഈ പറഞ്ഞ രണ്ട് കാര്യം. അത് ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫിറ്റ്നസ് ട്രാക്കറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മീ ബാൻഡിനോടൊപ്പം ഒക്കെ കാണുന്ന കണക്കുള്ള ഒരു സ്ട്രാപ്പിൻ്റെ മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു സ്ട്രാപ്പാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. TPU എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാപ്പ് തയ്യാറാക്കിയത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു സ്പോർട്ട് വാച്ച്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും 25.5 ഗ്രാം ഭാരം മാത്രമാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഇവിടെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സെൻസറുകൾ, ഹാർട്ട് റേറ്റ് സെൻസറുകൾ ഉൾപ്പെടെയുള്ള സെൻസറുകളൊക്കെ ഇവിടെ കാണാം. ഇവിടെയാണ് ചാർജിങ്ങിൻ്റെ ആ ഒരു ലിഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഈ ചാർജിങ് കേബിൾ കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്. അത്തരത്തിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് ഇത്തരത്തിൽ ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഓൺ ആവുകയും ചെയ്യും. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ലാംഗ്വേജ് സെലക്ഷനാണ് ചോദിക്കുന്നത്. അതിനുശേഷം ഈ ഒരു QR കോഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോൺ അകത്ത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് പെയർ ചെയ്യാനുള്ള കറസ്പോണ്ടിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കമ്പൈൻ ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഷോമി വെയർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാച്ചിനെ നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടത്. അപ്പോൾ പെയറിംഗ് ഒക്കെ വളരെ എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു വാച്ച് നമുക്കൊന്ന് കയ്യിൽ കെട്ടി നോക്കാം. ആദ്യം ഇത് നമ്മൾ പെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുകയാണ്. 1.47 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പോർട്ട് വാച്ചിനകത്ത് റെഡ്മി നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് വന്നിട്ട് 450 നിറ്റ്സ് ആണ്. 5 വ്യത്യസ്ത ലെവലുകളിലായിട്ടാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഓട്ടോ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് സെറ്റ് ആവുകയും ചെയ്യും. 110-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നമുക്ക് ഈ ഒരു സ്പോർട്ട് വാച്ചിനകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിൽ കാണിക്കുന്ന വർക്കൗട്ട് മോഡുകൾക്ക് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് വർക്കൗട്ട് മോഡുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു 110-ലധികം വർക്കൗട്ട് മോഡ് ഉണ്ടെങ്കിലും അതിനകത്ത് ബേസിക് ആയിട്ടുള്ള, ഉദാഹരണത്തിന് വാക്കിംഗ്, റണ്ണിങ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള 3 വർക്കൗട്ട് മോഡുകളെ ഈ ഒരു സ്മാർട്ട് ബാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. അതായത് സാധാരണ നമ്മളിപ്പോൾ റണ്ണിങ്ങിന് പോകുമ്പോൾ സ്മാർട്ട് ബാൻഡിൽ റണ്ണിങ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് വേണം റണ്ണിങ്ങിന് പോകേണ്ടത്. പക്ഷേ ഇവിടെ ബേസിക് ആയിട്ടുള്ള 3 വർക്കൗട്ട് മോഡുകൾ നമ്മളൊന്നും ഓൺ ചെയ്യേണ്ട. അപ്പം നമ്മൾ ഓടാൻ പോവുകയാണെങ്കിൽ ഓടുമ്പോൾ ഓട്ടോമാറ്റിക് റണ്ണിങ് ആണെന്ന് മനസ്സിലാക്കി ഇത് ട്രാക്ക് ചെയ്യും. ഈ കാണുന്ന പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു വാച്ച് ഫേസ് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ സ്ക്രീൻ ഡിമ്മാവുകയും ഡിമ്മായി കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ
ഒരു സ്മാർട്ട് വാച്ചിൽ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഡിസ്പ്ലേ ഫുൾ ടൈം ഓഫായിട്ടിരിക്കില്ല. ഫുൾ ടൈം നമുക്ക് ഇതുപോലെ ഈ ഒരു സ്മാർട്ട് ബാൻഡിൽ നിന്ന് നമുക്ക് ടൈം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകളെ ഒന്നുകിൽ മ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോളുകൾ റിജക്റ്റ് ചെയ്യാനോ ഈ ഒരു സ്മാർട്ട് ബാൻഡിനകത്ത് സാധ്യമാണ്. ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ നിരവധി വാച്ച് ഫേസുകൾ, ഏകദേശം 5ഓളം വാച്ച് ഫേസുകൾ ഇത്തരത്തിൽ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ സെറ്റ് ചെയ്യാം. കൂടാതെ ഷവമി വെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് ചെന്നാൽ നിരവധി വാച്ച് ഫേസുകൾ അഡീഷണൽ ആയിട്ട് ഇതുപോലെ നിരവധി ഓരോ സെക്ഷനിലും മോർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് വാച്ച് ഫേസുകൾ ഉണ്ടാവാൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ബാൻഡിലേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വാച്ചിൽ നമ്മൾ മെയിൻ സ്ക്രീനിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്താൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ, അതുപോലെ ബാറ്ററി പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ മെയിൻ ഹോം സ്ക്രീൻ വരും. വീണ്ടും റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസറാണ്, അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത്. വീണ്ടും സ്വൈപ്പ് ചെയ്താൽ ഇവിടെ ബ്ലഡിലെ ഓക്സിജൻ ലെവലിൻ്റെ ഓപ്ഷൻ കാണാം, വെതർ ഇൻഫോർമേഷൻ, അതുപോലെ വർക്കൗട്ട് മോഡിൻ്റെ ഓപ്ഷൻ, അതുപോലെ ഒരു സമ്മറി ഓപ്ഷൻ, വീണ്ടും ആ ടോഗിൾ വീണ്ടും ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ബാൻഡ്. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ നമുക്ക് ഇതുപോലെ ഇവിടെ കാണാൻ സാധിക്കും. എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ വർക്കൗട്ട്, ആക്ടിവിറ്റി, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ ഹാർട്ട് റേറ്റ് സെൻസർ, SpO2, സ്ലീപ്പ് മോണിറ്ററിംഗ്, സ്ട്രെസ്സ്, ബ്രീത്തിങ് എക്സസൈസ്, സ്ത്രീകൾക്കുള്ള പീരീഡ് ട്രാക്കർ, വെതർ ഇൻഫോർമേഷൻ, അതുപോലെ നമ്മുടെ ഫോണിനകത്ത് മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഈവൻ ഫോണിലെ ക്യാമറ പോലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അലാം സെറ്റിംഗ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, നോട്ടിഫിക്കേഷൻ, ഫൈൻഡ് ഫോൺ, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. നമ്മൾ സെറ്റിംഗ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ വാച്ച് ഫേസ് മാറ്റാനുള്ള ഓപ്ഷൻ, ബ്രൈറ്റ്നസ് മാറ്റാനുള്ള ഓപ്ഷൻ, അങ്ങനെ തുടങ്ങി നിരവധി ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ കാണാം. നമ്മൾ ഷവോമിയുടെ Mi UI ഉള്ള സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആ ഒരു ഫോൺ ലോക്കാണെങ്കിൽ, സ്ക്രീൻ ലോക്കാണെങ്കിൽ അത് അൺലോക്ക് ചെയ്യാൻ പോലും നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് കൊണ്ട് സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. 8MB റാമും ഇന്റേണൽ മെമ്മറി 128MB നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ബാൻഡിൽ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. 200 mAh ബാറ്ററി കപ്പാസിറ്റി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന് റെഡ്മി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 14 ദിവസമാണ്. 14 ദിവസമൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മളുടെ ഒരു നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പോലും, അതായത് ഹാർട്ട് റേറ്റ് ഒക്കെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒക്കെ ഓൺ ചെയ്ത് ഉപയോഗിച്ചാൽ പോലും, പ്രത്യേകിച്ച് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഓൺ ആക്കി ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 10 ദിവസത്തെ ബാറ്ററി ലൈഫ് നമുക്ക് എന്തായാലും ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഷവോമി വെയർ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണിലും അഥവാ ആപ്പിൾ ഫോണുകളിലും നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. 3499 രൂപ എന്ന മികച്ചൊരു പ്രൈസിങ്ങിനാണ് റെഡ്മി ഈ ഒരു റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോ എന്ന ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിനെ വിൽക്കുന്നത്. നമുക്കറിയാം ഷവോമിയുടെ തന്നെ Mi ബാൻഡ് ഉണ്ട്, അതിനും സെയിം പ്രൈസാണ്. Mi ബാൻഡ് 6ന് 3499 രൂപയാണ്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഈ ഒരു റെഡ്മി ബാൻഡ് പ്രോയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു സ്ക്വയർ ഷേപ്പൊക്കെയാണ് എനിക്കൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്ക്വയർ ഷേപ്പൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തുകൊണ്ടോ റെഡ്മി ബാൻഡ് പ്രോ ഷവോമിയുടെ തന്നെ Mi ബാൻഡ് 6നേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് AMOLED ഡിസ്പ്ലേ ഉണ്ട്. അത് Mi ബാൻഡ് 6ലും AMOLED ഡിസ്പ്ലേ തന്നെയാണ്. അതുപോലെ AMOLED ഡിസ്പ്ലേ, പിന്നെ ഈ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അങ്ങനെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ കാണപ്പെടുന്ന ഡിസ്പ്ലേ വിഭാഗം നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകമാണ്. നല്ലൊരു പ്രൈസിങ്ങാണ്, 3499. ആ പ്രൈസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് വാങ്ങിയാൽ അതൊരു വർത്താണ്. കാരണം ഡിസ്പ്ലേ വിഭാഗത്തിൽ മികച്ചത് തന്നെയാണെന്ന് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് പറയാം, റെഡ്മിയുടെ തന്നെ ഫസ്റ്റ് ജെൻ സ്മാർട്ട് ബാൻഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ജെൻ ആണ്. ആ ഫസ്റ്റ് ജെൻ സ്മാർട്ട് ബാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ റെഡ്മി സ്മാർട്ട് ബാൻഡ് പ്രോയിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോയിൽ വീണ്ടും കാണാൻ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.